ഇവിടെ ചിത്രകേതു മഹാരാജാവ് പാർവതിയുടെ ശാപനിമിത്തം വൃത്രനായിട്ട് ആവിർഭവിച്ചു. അതിന് കാരണം എന്താ വെച്ചാൽ തുഷ്ടാവിന്റെ ഒരു യാഗമാണ് അതിന് കാരണം. മന്ത്രത്തിൽ വന്നതായ ചെറിയ ഒരു പിഴവ്. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ, ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എഴുതുമ്പോൾ രണ്ടും ഒരുപോലെ എഴുതുക. പക്ഷേ വൈദിക സ്വരത്തില് രണ്ടിനും രണ്ടർത്ഥമാണ്. അപ്പൊ ഒന്ന് ഇന്ദ്രനെ കൊല്ലത്തക്ക രീതിയിൽ ഒരു മകൻ ഉണ്ടാവണം, മറ്റത് ഇന്ദ്രൻ കൊല്ലുന്ന ഒരു മകൻ ഉണ്ടാവണം എന്നായി. അങ്ങനെയാണ് ഈ വൃത്രന്റെ ആവിർഭാവം. വൃത്രാസുരൻ എന്ന് നമ്മൾ പറയുമെങ്കിലും ശ്രീമദ് ഭാഗവതത്തിൽ എവിടെയും വൃത്രാസുരൻ എന്നൊരു പ്രയോഗം കാണില്ല. വൃത്ര എന്ന് മാത്രമേ കാണൂ. അതായത് ഇദ്ദേഹം അസുരനാണ് എങ്കിലും, ജന്മം കൊണ്ട് അസുരനാണെങ്കിലും ഭാവം കൊണ്ട് ഇദ്ദേഹം അസുരനല്ലാണ്. അങ്ങനെ ഉഗ്രനായിരിക്കുന്ന ഈ വൃത്രനെ കൊല്ലാൻ യാതൊരു മാർഗവും കാണാണ്ടായി ദേവേന്ദ്രൻ. ഒടുക്കം ഭഗവാനെ ചെന്ന് ആശ്രയിക്കുകയാണ്. ഭഗവാന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വൃത്രനെ നിഗ്രഹിക്കണമെങ്കിൽ നട്ടല് ആവശ്യമാണെന്ന് പറഞ്ഞു. അത് സാധാരണ ഒരു നട്ടലല്ല, മഹാതപസ്വിയായിരിക്കുന്ന ദധീചിയുടെ നട്ടല് തന്നെ വേണമെന്നാണ്. അപ്പൊ എന്താ ഈ ദധീചിയെ തന്നെ നിർദ്ദേശിക്കാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആയുസ് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന് വേണ്ടത് മുക്തിയാണ്, ആ ഭഗവാൻ ലയിക്കുക വേണ്ടത്. ശരീരം ഖലു ധർമ്മസാധനം, ഈ ദേഹം ഈശ്വരൻ നമുക്ക് തന്നത് എന്തെങ്കിലും ഒരു ധാർമ്മികതയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ നട്ടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടൊരു ഭാഗം തന്നെയാണ്. ദേഹത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടൊരു ഭാഗമാണ് ഈ നട്ടല്. അപ്പോൾ ദധീജിയുടെ അടുത്ത്, ദധീജിയുടെ ആശ്രമം ഉണ്ടായ സ്ഥാനമാണിത്. ഈ ദധീജിയുടെ അടുത്ത്, അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദധീജിയുടെ അടുത്ത് ദേവേന്ദ്രൻ വന്ന് തന്റെ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ ഈ നട്ടല് ദാനം ചെയ്ത ആളാണ് മഹാത്മാവായിരിക്കുന്ന ദധീജി. ഇവിടെ അടുത്ത് തന്നെ ഒരു തീർത്ഥമുണ്ട്. ഈ തീർത്ഥത്തിന്റെ പ്രത്യേകത, ലോകത്ത് ഏതേത് തീർത്ഥങ്ങളാണോ ഉള്ളത് ആ തീർത്ഥങ്ങളെയൊക്കെ ഭഗവാൻ ആവാഹിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്നാണ്. ഇതാണ് ഈ ദധീജി കുണ്ടിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ മഹാതപസ്വിയായിരിക്കുന്ന അർപ്പണബോധത്തിന്റെ പ്രതീകമായ ദധീജി മഹർഷിയുടെ തപസ്സനയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.